വിദ്യാലയങ്ങളിൽ പ്രവേശനോത്സവം വർണ്ണാഭമായി. പുത്തനുടുപ്പും പുത്തൻകുടയും പുത്തൻ ബാഗുമായി സ്കൂളുകളിലെത്തിയ നവാഗതരെ മധുരം നൽകിയും വർണ്ണ ബലൂണുകൾ നൽകിയും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ സ്വീകരിച്ചാനയിച്ചു. ജില്ലാതല പ്രവേശനോത്സവം കുമരകം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി വി.എൻ. വാസവൻ ഉദ്ഘാടനം ചെയ്തു. മഴ മാറി തെളിഞ്ഞ അന്തരീക്ഷത്തിൽ വിദ്യാർത്ഥികൾ അറിവിന്റെ ലോകത്തേക്ക് തിരികെയെത്തി. കളിച്ചിരികളാൽ വിദ്യാലയങ്ങൾ മുഖരിതമായി. 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം കൂട്ടുകാരെ വീണ്ടും കണ്ടുമുട്ടിയതിന്റെ സന്തോഷമായിരുന്നു വിദ്യാർത്ഥികൾക്ക്. പുതിയ അധ്യയന വർഷത്തിന്റെ ആദ്യ ദിനം പൊതുവിദ്യാലയങ്ങളിൽ പുതുതായി പ്രവേശനം നേടിയവരെ വരവേൽക്കാനായി പ്രവേശനോത്സവവും ഒരുക്കിയിരുന്നു. കോട്ടയം ജില്ലാതല പ്രവേശനോത്സവം കുമരകം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. രാവിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്ത വർണ്ണാഭമായ റാലിയോടെയാണ് പ്രവേശനോത്സവത്തിന് തുടക്കമായത്. കുമരകം ഗവൺമെന്റ് VHSSൽ നിന്നും കുമരകം UP സ്കൂളിലേക്കാണ് റാലി നടന്നത്. വാദ്യമേളത്തിന്റെ അകമ്പടിയിൽ പൂക്കളുടെയും പൂമ്പാറ്റകളുടെയും ചിത്രങ്ങൾ പതിച്ച പ്ലക്കാർഡുകളും മുത്തുക്കുടകളുമായി കുട്ടികൾ റാലിയിൽ പങ്കെടുത്തു. മന്ത്രി വി.എൻ. വാസവൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നവകേരള സൃഷ്ടിയുടെ ഭാഗമായി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളം മാതൃകാപരമായ മുന്നേറ്റമാണ് നടത്തിയതെന്ന് മന്ത്രി പറഞ്ഞു. നിർമ്മിത ബുദ്ധിയും റോബോട്ടിക്സുമൊക്കെ സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഇടം നേടുകയാണെന്നും പൊതുവിദ്യാഭ്യാസ രംഗത്തും ഉന്നത വിദ്യാഭ്യാസ രംഗത്തും കേരളം മാതൃകാപരമായി മുന്നേറുകയാണെന്നും മന്ത്രി പറഞ്ഞു. ഡിജിറ്റൽ സർവകലാശാല, സയൻസ് പാർക്ക് തുടങ്ങിയവ കേരളത്തിൽ സാധ്യമായെന്നും സ്കൂളുകളെ രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്താനായതായും മന്ത്രി കൂട്ടിച്ചേർത്തു. കോവിഡ് കാലഘട്ടത്തിൽ പോലും ഓൺലൈൻ വിദ്യാഭ്യാസം നടപ്പാക്കിയ ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണ് എന്ന നീതി ആയോഗ് സാക്ഷ്യപ്പെടുത്തി. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് റോബോട്ടിക് എഞ്ചിനീയറിംഗിനെ കുറിച്ചും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചും പഠിക്കാനുള്ള സംവിധാനങ്ങളായി കഴിഞ്ഞു. സ്കിൽഡ് ആൻഡ് നോളജ് ഡെവലപ്മെന്റ് സെന്ററുകളുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. എത്രയോ ഉന്നതമായ മുന്നേറ്റങ്ങളുടെ ആവിർഭാവം എല്ലാവർക്കും അറിയാവുന്നതുപോലെ കോട്ടയത്തെ സംബന്ധിച്ചോളം വലിയ പ്രാധാന്യം 1725 ബെഞ്ചമിൻ മേരി തുടങ്ങി വെച്ചതാണ്. അക്ഷരനഗരിയിൽ CMS കോളേജിൽ നിന്നുള്ള മ്യൂസിയത്തിൽ കാണുന്ന അക്ഷര മ്യൂസിയം. 1846 ചാവറയച്ചൻ, വിശുദ്ധ ചാവറയച്ചൻ അദ്ദേഹം തിരുവനന്തപുരത്ത് പോയി സ്വാതി തിരുനാളിന്റെ പ്രസ് വാഴപ്പിണ്ടിയിൽ രൂപം കൊടുത്ത് തടിയിൽ കൊത്തിയെടുത്ത് മാന്നാനത്ത് ആരംഭിച്ച പ്രസ് ഇന്ന് കേരളത്തിൽ ഒരുപക്ഷെ വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവം തീർക്കാൻ സഹായിച്ച ആ ഘട്ടത്തിലെ ഏറ്റവും സുപ്രധാനമായ പ്രവർത്തനങ്ങളാണ്. ഈ വർഷത്തെ 7ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ വിശുദ്ധ ചാവറയച്ചന്റെ ആ കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങളും നവോത്ഥാന നായകരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി ചാവറയച്ചനെയും ഗവൺമെന്റ് ഈ പ്രാവശ്യത്തെ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന സന്തോഷ വാർത്തയും ഈ സന്ദർഭം നാം ഏറെ അഭിമാനത്തോടെ സ്വീകരിക്കുക. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ധന്യ സാബു, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ മേഖല ജോസഫ്, കവിത ലാലു, DEO പ്രദീപ് PR, ജില്ലാ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ, പഞ്ചായത്ത് ജനപ്രതിനിധികൾ, സ്കൂൾ PTA അംഗങ്ങൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, രക്ഷകർത്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡുകളും മന്ത്രി ചടങ്ങിൽ വിതരണം ചെയ്തു. സ്റ്റാർ വിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.